ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിന് മുന്നാണ് കണ്ടത്. അപ്പോൾ ഇന്ന് 14/10/2025 ചൊവ്വാഴ്ച ഒരു 12 മണിയോട് അടുപ്പിച്ച് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. അത് സാധാരണ കൂടാറായിരുന്നു, പക്ഷെ ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പറയാമെന്ന് വിചാരിച്ച്. ഇന്ന് 14/10/2025 ചൊവ്വാഴ്ച 12 മണിയോട് അടുപ്പിച്ച് 1 ഗ്രാമിന് 150 രൂപ കുറഞ്ഞു. 22 ക്യാരറ്റ് 916 ഗോൾഡിന് ഗ്രാമിന് മേലെ 11,645 രൂപയും 1 പവൻ്റെ മേലെ 1,200 രൂപ കുറഞ്ഞ് 1 പവന് 93,160 രൂപയുമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താ കുറഞ്ഞാന്നറിയില്ല. മാർക്കറ്റ് നല്ല മുകളിലേക്ക് തന്നെയാണ്. എന്താണ് ഇങ്ങനെ കുറയ്ക്കാൻ കാരണമെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ 150 രൂപ കുറഞ്ഞിട്ടാണ് 22 ക്യാരറ്റ് 916 ഗോൾഡിൻ്റെ റേറ്റ്. ആ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ 18 ക്യാരറ്റ് ഗോൾഡിന് KGSMൻ്റെ റേറ്റിൽ മാറ്റമില്ല, രാവിലത്തെ റേറ്റ് തന്നെയാണ്. ഗ്രാമിന് 18 ക്യാരറ്റിന് 9,700 രൂപയും 1 പവന് 77,600 തന്നെയാണ് KGSMൻ്റെ 18 ക്യാരറ്റ് ഗോൾഡിനുള്ളത്. KGSM എസ് ഭവന് ഗ്രാമിന് മേലെ 18 ക്യാരറ്റിന് 125 രൂപ കുറച്ച് 1 ഗ്രാമിന് 9,630 രൂപയും 1 പവൻ്റെ മേലെ 1000 രൂപ കുറഞ്ഞു 1 പവന് 77,040 രൂപയുമാകുന്നു 18 ക്യാരറ്റ് ഗോൾഡിന് KGSM എസ് ഭവൻ്റെ റേറ്റ്. കേരളത്തിൽ കുറേ അസോസിയേഷൻ ഉണ്ടെങ്കിലും KGSMയും KGSM ആണ് മെയിനായിട്ട് വരുന്നത്. അവരുടെ റേറ്റാണ് ഞാൻ പറയുന്നത്. അതിൽ KGSM 18 ക്യാരറ്റിന് ഉച്ചയ്ക്ക്, അതായത് 12 മണി സമയത്ത് വില കുറച്ചിട്ടില്ല. KGSM എസ് ഭവന് മാത്രമാണ് 125 രൂപ കുറച്ചത്. അപ്പോൾ ആ റേറ്റാണ് ഞാൻ പറഞ്ഞത്. 125 രൂപ ഗ്രാമിന് കുറഞ്ഞിട്ട് 1 ഗ്രാമിന് 9,630 രൂപയും പവന് മേലെ 1000 രൂപ കുറഞ്ഞിട്ട് 77,040 രൂപയും 18 ക്യാരറ്റിൻ്റെ വില ആവുന്നു. അതുപോലെ തന്നെ 14 ക്യാരറ്റ് ഗോൾഡിനും വില വ്യത്യാസമില്ല, രാവിലെ പറഞ്ഞ അതേ റേറ്റ് തന്നെയാണ്. ഗ്രാമിന് 7,500 രൂപയും 1 പവന് 60,000 രൂപയും ആകുന്നു. ഇതെന്താണ് ഇങ്ങനെ റേറ്റ് കുറച്ചിരിക്കുന്നതെന്ന് അറിയില്ല. മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം ഇനി മിക്കവാറും വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും റേറ്റ് കൂടാൻ തന്നെ ചാൻസ്. രാവിലെ കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു, ഒരു ഇടിവുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് കുറച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും ഇന്ന് തന്നെ നിങ്ങളെ കാണാൻ ഞാൻ വീണ്ടും വരേണ്ടി വരും. അങ്ങനെ റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ്. മിക്കവാറും 90% വീണ്ടും വരാനാണ് ചാൻസ്. എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇപ്പോൾ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. ആ സമയത്ത് എന്തുകൊണ്ട് കുറച്ചെന്നറിയില്ല, രാവിലത്തെ അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.